പെരുഞ്ചേരിക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം നിലച്ചതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. പേരാമ്പ്ര മണ്ഡലത്തിലെ വികസന നേട്ടത്തിൽ എൽ.ഡി.എഫ് പറയുന്ന പെരുഞ്ചേരിക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എവിടെയെന്ന് ബി.ജെ.പി. പേരാമ്പ്ര മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ ജനകീയ പ്രക്ഷോഭം 6 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട കുറ്റ്യാടി മണ്ഡലത്തെയും പേരാമ്പ്ര മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന പെരുഞ്ചേരിക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇന്നും വെറും 2 തൂണിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇതിനെതിരെ എൻ.ഡി.എയുടെ പേരാമ്പ്ര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എം. മോഹനൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ജലാശയ യാത്ര നടത്തി പ്രതിഷേധിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കക്കറമുക്ക് പെരുഞ്ചേരിക്കടവ് പാലത്തിനടിയിലാണ്. തോണിയിൽ ഇന്ന് പ്രതിഷേധ യാത്രയുമായി ഇവിടെ എത്തിച്ചേർന്നതാണ്. 5 വർഷം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട 75 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പെരുഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. ഈ പാലം പണി പൂർത്തീകരിച്ചു എന്നുള്ള രീതിയിലാണ് ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലും പ്രകടന പത്രികയിലൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആ കള്ളത്തരം അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രതിഷേധ തോണി യാത്രയുമായി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 വർഷം മുമ്പ് തറക്കല്ലിട്ട ഈ പാലത്തിൽ 2 തൂണ് മാത്രമാണ് ഈ പുഴയിൽ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. തിരുവള്ളൂർ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന നിരവധി തൂണുകൾ വരേണ്ടത് പാലത്തിൻ്റെ യാതൊരു വർക്കും 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. ആ പദ്ധതിയെക്കുറിച്ചാണ് ഞങ്ങൾ 75 കോടി രൂപ ചെലവിൽ പെരുഞ്ചേരിക്കടവ് പാലം നിർമ്മിച്ചു എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആ കള്ളത്തരം പൊളിക്കാനാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ, എൻ.ഡി.എയുടെ നേതൃത്വത്തിൽ, സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് ഈ ഒരു പ്രതിഷേധ സമരവുമായി എത്തിയിട്ടുള്ളത്. ഇത് പുറം ലോകം അറിയേണ്ടതാണ്. ഇതാണ് ടി.പി. രാമകൃഷ്ണൻ പേരാമ്പ്ര മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ. പാലമില്ലാതെ ഞങ്ങളിപ്പം പാലത്തിൻ്റെ മുകളിലൂടെയാണ് പ്രതിഷേധാത്മക തോണി യാത്ര നടത്തുന്നത്. കാരണം ഇപ്പോൾ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, റോഡാണോ പാലമാണോ അതല്ല പുഴയാണോ ഇവിടെ ഇപ്പം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ വസ്തുത ജനങ്ങൾ അറിയണം. ഇത് ആവളപ്പാണ്ടിയിൽ നെൽകൃഷി ആരംഭിക്കാനും ഉപ്പുവെള്ളം കയറാതിരിക്കാനും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയിൽ കൂടിയാണ് തിരുവള്ളൂർ, ചെറുവണ്ണൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പദ്ധതി തയ്യാറാക്കിയത്. കുറ്റ്യാടി മണ്ഡലത്തെയും പേരാമ്പ്ര മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന, തിരുവള്ളൂർ പഞ്ചായത്തിനെയും ചെറുവണ്ണൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പാലമാണ് ഈ പെരുഞ്ചേരിക്കടവ് പാലം. വലിയ ആവേശത്തോടു കൂടിയായിരുന്നു ഇതിൻ്റെ തറക്കല്ല് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ കേവലം 2 തൂണ് ഇവിടെ വാർക്കുകയല്ലാതെ ഒരു സഹായവും ആ വർക്കെടുത്ത കരാറുകാരന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം നിരന്തരമായി ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായി അവസാനം അദ്ദേഹം കോടതി കേസ് കൊടുത്ത് ഈ സംവിധാനത്തിൽ നിന്ന് വിടുതൽ വാങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെയുള്ള വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും അദ്ദേഹം കയറ്റിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് ഇതാണ് ചോദിക്കാനുള്ളത്. ശ്രീ ടി.പി. രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ 1950 കോടിയുടെ വികസനം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ആ പരിപാടിയിൽ 75 കോടി രൂപയുടെ പാലം പണി പൂർത്തിയായി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ പ്രചരണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കളവാണെന്ന് ജനങ്ങളോട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. 2 പ്രധാനപ്പെട്ട സംഗതികളാണ് ശ്രീ ടി.പി. രാമകൃഷ്ണൻ ഈ പ്രദേശത്തെ ജനങ്ങളോട് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ തൊട്ട 1 കിലോമീറ്റർ അപ്പുറമാണ് കുണ്ടൂത്ര കോളനി, അതായത് ഇപ്പോഴത്തെ ഉന്നതി. ആ ഉന്നതിക്ക് 4 വർഷം മുമ്പാണ് ശ്രീ ടി.പി. രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവാക്കിയിട്ടുള്ളത്, 1 കോടി രൂപ നീക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ 5 നയാ പൈസ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി ഈ മേഖലയിൽ നടന്നിട്ടില്ല. ആ പ്രവൃത്തി പോലും അദ്ദേഹം പ്രവൃത്തി പൂർത്തിയാക്കി എന്ന് പറഞ്ഞാണ് തൻ്റെ അക്കൗണ്ടിൽ ചേർത്തുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള തികഞ്ഞ വെല്ലുവിളിയും അവഹേളനമാണ്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പാലം ശ്രീ ടി.പി. പറയുന്നതനുസരിച്ച് പാലത്തിലൂടെ നടന്നു പോകാനുള്ള സാഹചര്യവും യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അക്കരെ ഇക്കരയും കടക്കണമെങ്കിൽ തോണിയല്ലാതെ വേറൊരു വഴിയുമില്ല. അതുകൊണ്ടാണ് ഒരു പ്രതീകാത്മക സമരം എന്ന നിലയിൽ ഞങ്ങൾ തോണി യാത്രയുമായി പേരാമ്പ്രയിലെ എൻ.ഡി.എയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി ശ്രീ എം. മോഹൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രതീകാത്മക സമരം നടത്തിയിട്ടുള്ളത്. പരിപാടിയിൽ കെ രജീഷ്, ഡി.കെ. മനു, എം. പ്രകാശൻ, ടി.എം. ഹരിദാസ്, എം. സായിദാസ്, കെ.പി. സുനിൽ